മനീഷ, ഈ അന്വേഷണ സംഘത്തെയൊക്കെ വിപുലീകരിച്ചു. പക്ഷേ ആദ്യ പ്രതി വരാതെ എങ്ങനെയാണ് അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക? കൂടാതെ ഈ അനിൽകുമാറിന്റെ വീട്ടുകാർ സഹകരിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ടോ? വേണുഗോപാലകൃഷ്ണൻ, പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കൊലപാതക അന്വേഷണം സംബന്ധിച്ച് പോലീസിനെ കുഴപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിൽ ദുരൂഹതയേറുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ പ്രതികളിൽ നിലവിൽ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഈ 3 പേരെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. നിലവിൽ 2 ദിവസത്തോളം പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇവരുണ്ടായിരുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിൽ നിന്നും മനസ്സിലാകുന്ന കുറച്ച് മൊഴികളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം, അതായത് 4ാം പ്രതി പ്രമോദാണ് ഈ 1ാം പ്രതി അനിൽകുമാറിൻ്റെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഭാര്യ കലയെ 15 വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്ത ശേഷം അവിടെ ഉപേക്ഷിച്ചു എന്ന ഒരു വിവരം പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് 1ാം പ്രതിയായിട്ടുള്ള അനിൽകുമാർ ഒരു മേസ്തിരി പണിക്കാരൻ കൂടിയാണ്. ഈ മറ്റ് 3 പ്രതികളും അറിയാതെ പിന്നീട് എപ്പോഴെങ്കിലും ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ, ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ, അത് മറവ് ചെയ്തിട്ടുണ്ടോ, മേസ്തിരി പണിക്കാരനായതുകൊണ്ട് തന്നെ അത് ശാസ്ത്രീയമായ രീതിയിൽ അത് ഒക്കെ തന്നെ ഒളിപ്പിക്കാൻ അതിനുള്ള വൈദഗ്ധ്യം ഇയാൾക്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിലുള്ള 3 പ്രതികളിൽ 2 പേര് എവിടെയാണ് മൃതദേഹം നിന്ന് മറവ് ചെയ്തതെന്ന് അറിയില്ല. അവസാന സമയം ആറ്റിൽ കളയാണ്. അതായത് വലിയ പെരുമ്പുഴ പാലത്തിനടുത്താണ് അവസാന സമയത്ത് ഈ കാറിൽ മൃതദേഹം എത്തിച്ചത്. അവിടെ എത്തിച്ചത് 1ാം പ്രതി അനിൽകുമാറാണ്. അവിടെ എത്തുന്നതിന് മുൻപ് എവിടെ വെച്ച് കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി എന്നൊന്നും തങ്ങൾക്കറിയില്ല എന്ന് മറ്റു പ്രതികൾ പറയുന്നുണ്ട്. അവർക്കെതിരെ പക്ഷേ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പാലത്തിൽ നിന്നും ആറ്റിലേക്ക് കളയാനായിരുന്നു ആദ്യ തീരുമാനം. പക്ഷേ ഈ പ്രതികളിൽ ഒരാൾ തന്നെ അത് പറഞ്ഞു, അത് ആറ്റിലേക്ക് എറിഞ്ഞാൽ അങ്ങനെയുള്ള അപകടങ്ങളുണ്ടാവും, പിന്നീട് ഈ ശവം പൊന്തി വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ ആറ്റിൽ കളയാതെ ഈ സെപ്റ്റിക് ടാങ്കിൽ തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ ബലമായി സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കാര്യമായ ഒന്നും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. 15 വർഷങ്ങൾക്കപ്പുറമാണെങ്കിൽ കൂടി അവിടെ നിന്ന് ലഭിക്കേണ്ട ശരീരാവശിഷ്ടങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. ഇനി മൃതദേഹം ഒരു പക്ഷേ അത് മുറിച്ചിട്ടുണ്ടോ, അത് ഭാഗങ്ങളാക്കിയിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് സംശയിക്കുന്നത്. എല്ലാത്തരം സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു കൃത്യമായ ഉത്തരം പോലീസിന് ലഭിക്കണമെങ്കിൽ ഇത് മറവ് ചെയ്തതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയാവുന്ന 1ാം പ്രതി അനിൽകുമാർ എത്തണം. പക്ഷേ അയാൾ ഇപ്പോൾ നിലവിൽ രക്തസമ്മർദ്ദം കൂടി, വിദേശത്ത് നിന്ന് ഇത്തരം വാർത്തകൾ അറിഞ്ഞു, മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നു എന്നൊക്കെ തന്നെ അവിടുത്തെ ഡോക്ടർമാർ ഇവിടുത്തെ കുടുംബത്തെ അറിയിച്ചു. പക്ഷേ പോലീസ് വിദഗ്ധമായ ഒരു ഇൻ്റർപോളിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ബ്ലൂ കോർണർ നോട്ടീസോ അങ്ങനെ ആ രീതിയിൽ കടമ്പകളേറെയുള്ള വിഷയത്തിലേക്ക് പോകാതെ കുടുംബവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അനിൽകുമാറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തുക, സമാധാനപൂർവ്വമുള്ള ഒരു അന്വേഷണത്തിന് സഹകരിക്കുക എന്നുള്ള ഒരു ആവശ്യം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. അതല്ലാതെയുള്ള കടമ്പകളിലേക്ക് പോയാൽ പോലീസിന് സങ്കീർണമാകും. അത് ദിവസങ്ങളെടുക്കും. 6 ദിവസം മാത്രമാണ് മറ്റു പ്രതികളുടെ കസ്റ്റഡി ഉള്ളത്. അതിനപ്പുറത്തേക്ക് പിന്നെ അനിൽകുമാർ നാട്ടിലെത്തിച്ചാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനൊക്കെ തന്നെ ഒത്തിരി കാലതാമസം നേരിടും. അങ്ങനെ കോടതിയിൽ ഈ കേസ് നിൽക്കില്ല എന്ന നിലയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഏറ്റവും വലിയ ന്യൂനത അതാണ്. ഈ 15 വർഷങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകളില്ല. അന്ന് വാടകയ്ക്കെടുത്ത കാർ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ആയുധങ്ങളുണ്ടെങ്കിൽ ആയുധം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. സാക്ഷിമൊഴി ഇതിലാകെയുള്ളത് കൊലപാതകം നടത്തിയ ശേഷം കാറിൽ വെച്ച് കണ്ടു എന്നൊരാളാണ്. കൊലപാതകം ചെയ്തത് കണ്ടതോ അല്ലെങ്കിൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്നത് കണ്ട സാക്ഷികൾ ആരുമില്ല. ഡിജിറ്റൽ തെളിവുകളില്ല. അങ്ങനെയുള്ള തെളിവുകളുടെ അഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തെളിവ് ശേഖരണം പോലീസ് ഈ ഘട്ടത്തിൽ നടത്തും. 3 പ്രതികളെ ആലപ്പുഴ മാന്നാറിൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ക്രൈംബ്രാഞ്ച് സംഘവും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അത്തരത്തിലുള്ള ദുരൂഹതകളേറുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലും മൃതദേഹം ഉപേക്ഷിച്ചിട്ടുണ്ടോ, മറവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.